അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്റർ 2-ലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം. കൺസ്യൂമർ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. എന്തായാലും ഡിമാൻഡ് അനാലിസിസ് എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിക്കുക. അതേപോലെ അതിൻ്റെ അപ്രോച്ചസ് ജസ്റ്റ് 3 പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 3 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ല 3 മാർക്സിനല്ല 7 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊരു 6 മാർക്സിന് അപ്രോച്ച് പഠിക്കുക, ഡിമാൻഡ് അനാലിസിസ് എന്താണെന്ന് പഠിക്കുക. ഇതൊക്കെ നിർബന്ധമായും പഠിക്കുക കേട്ടോ. മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നും പഠിക്കുക, മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളതും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇതും പഠിക്കുക, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ആ ഒരു കാര്യം പഠിക്കുക. പിന്നെ ഡിമാൻഡ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിലെ പോയിന്റുകൾ എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിമാൻഡ് എസ്റ്റിമേഷൻ നിർബന്ധമായിട്ടും ഡിമാൻഡ് ഫംഗ്ഷനും എസ്റ്റിമേഷനും എന്താണെന്നുള്ളതും അതിൻ്റെ സ്റ്റെപ്പും എന്തായാലും പഠിച്ചു വയ്ക്കുക, സ്റ്റെപ്പ്. ഓക്കെ. പിന്നെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസും ടെക്നിക്സും. അപ്പോൾ അതാണ് എസ്റ്റിമേഷൻ്റെ ഭാഗത്ത്. എസ്റ്റിമേഷൻ കഴിഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു 3 ഡിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർത്ത് വെക്കുക. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റോള്, ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രോസസ്സ്, സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. പിന്നെ അതിൻ്റെ മെത്തേഡ്സ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതിൻ്റെ 2 തരത്തിലുള്ള മെത്തേഡ്സ് ഇവിടെ പറയുന്നുണ്ട്, സർവേ മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കലും. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. ഓക്കെ, അത്രയും അതാണ് ആ പോർഷനിൽ വരുന്നത്. ഇനി കോസ്റ്റ് എന്താണെന്നുള്ളത് നിർബന്ധമായിട്ട് പഠിക്കുക. കോസ്റ്റിൻ്റെ നേച്ചർ പഠിക്കുക നിർബന്ധമായിട്ടും, അതിൻ്റെ ക്ലാസിഫിക്കേഷനും പഠിക്കുക. അതിൻ്റെ അപ്പോൾ തന്നെ അതൊരു എസ്സേയിലേക്ക് വേണമെങ്കിൽ വരാം. പിന്നെ ഇവിടുത്തെ എസ്സേ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ, അതാണ് എസ്സേ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ എസ്സേ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന് 3 മാർക്കിന്, അതായത് എന്താണ് മാർജിനൽ കോസ്റ്റ് ചോദിക്കുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും ചോദിക്കാറില്ല, സങ്ക് കോസ്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എസ്സേ പഠിച്ചാൽ നിങ്ങൾക്ക് അതൊന്നൊക്കെ എഴുതാൻ പറ്റും. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്നൊക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആ കോസ്റ്റ് പഠിച്ചാൽ തന്നെ അവിടെ അത് കിട്ടും. പിന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ബാക്കി കാര്യമായിട്ട് നോക്കണം എന്നില്ല. പിന്നെ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്നും അതിൻ്റെ അസംഷൻസും അത്രമാത്രം നോക്കുക. അത് മാത്രം നോക്കുക. ഇനി അല്ലാത്തത് വന്നാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനൊക്കെ അല്ലേ അറിയാത്തത് വരുള്ളൂ, അത് വിട്ടേക്കുക. നെക്സ്റ്റ് കൺസെപ്റ്റ് ഓഫ് റവന്യൂ, എന്താണ് റവന്യൂ, അതിൻ്റെ നേച്ചർ, അത് പഠിക്കുക. റവന്യൂ നേച്ചറും മാത്രം പഠിച്ചു വയ്ക്കുക. മാർജിനൽ റവന്യൂ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്താണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രമാത്രം അവിടെ നോക്കിയാൽ മതി. പിന്നെ ഈ കാൽക്കുലേഷൻസ് നിർബന്ധമായി പഠിക്കുക കേട്ടോ. അഥവാ ചിലപ്പോൾ 3 മാർക്കിനോ 6 മാർക്കിനോ ചോദിച്ചാലോ, TR കാണാനും MRും ARൻ്റെയും എല്ലാ പ്രോബ്ലവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. അതൊന്നും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രതീക്ഷിക്കാം, നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത് യൂട്ടിലിറ്റി കണ്ടോ, യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ആ തിയറി ഒന്ന് പഠിച്ചോ. ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഫോർകാസ്റ്റിംഗ്, ഡിഫറൻസ്, ഈ കോസ്റ്റുകൾ കണ്ടോ, ഈ കോസ്റ്റുകൾ തന്നെ പഠിക്കുക. സങ്ക് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്, അക്കൗണ്ടിങ്, എക്കണോമിക്, സോഷ്യൽ. ഇത് പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എസ്സേ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തായാലും ഓട്ടോമാറ്റിക്കായി ഇതിൽ വരും. ഫിക്സഡ്, വേരിയബിൾ, മാർജിനൽ കോസ്റ്റ്. ഇപ്പോൾ ഇതിൽ ഷോർട്ട് റൺ കോസ്റ്റ്, ലോങ് റൺ ഒന്നും എനിക്ക് തോന്നുന്നില്ല. മാർജിനൽ റവന്യൂ എന്താണെന്ന് പഠിക്കുക. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നോക്കുക. ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയില്. കോസ്റ്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്തായാലും എക്സംഷൻ അല്ലെങ്കിൽ സീലിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കൺസ്യൂമർ ഡിമാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്രോച്ചസ്, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി, ഡിമാൻഡ് എസ്റ്റിമേഷനും എസ്റ്റിമേറ്റ് ഡിമാൻഡ് മെത്തേഡ്സും, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും അതിൻ്റെ മെത്തേഡും എന്തായാലും പഠിക്കുക, ഇമ്പോർട്ടൻസും. പിന്നെ ഷോർട്ട് റൺ ഇൻപുട്ട് ഇതിങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതൊക്കെ വിട്ടേക്കുക. കോസ്റ്റും കോസ്റ്റിൻ്റെ നേച്ചർ, റവന്യൂ, ടൈപ്പ്, റിലേഷൻഷിപ്പ്, ഇതൊന്നും അത്രയില്ല. കോസ്റ്റും അതിൻ്റെ ടൈപ്സും. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നതുകൊണ്ടാണ് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം. എസ്സേ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നിർബന്ധമായും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പഠിക്കുക, അതിൻ്റെ മെത്തേഡ്സ്, കോസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്. റവന്യൂ അതത്ര ഇമ്പോർട്ടൻ്റ്. ഈ ചാപ്റ്റർ പഠിക്കുകയാണെന്ന് വെച്ചാൽ ഈ 2 എസ്സേ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 എസ്സേ അല്ലേ വരിക, അതിൽ എഴുതാനുള്ളതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിൽ നിർബന്ധമായും പഠിക്കേണ്ട 2 എസ്സേ ഇതാണ്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.